നമസ്കാരം. കർക്കിടകം നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ഒരു പഞ്ഞമാസമാണ് കർക്കിടകം, അല്ലേ? പലതരത്തിലുള്ള നമുക്ക് സാമ്പത്തികം വരുന്നതിനുള്ള പല പല ക്ലേശങ്ങൾ പഴയ കാലത്ത് പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ വരുന്നത് കൊണ്ടാണ് അതൊരു പഞ്ഞമാസമായത്. അപ്പോൾ ആ പഞ്ഞമാസത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയാം. ബാക്കി ഓരോ രാശിയുടെ ക്രമത്തിൽ അതിൻ്റെ ഫലം പറഞ്ഞ ശേഷം അവസാനം പറയാം. അപ്പം അശ്വതി, ഭരണി, കാർത്തിക, മേടക്കൂറ്, കാർത്തികകാല്, മേടക്കൂറ്. അതായത് നമ്മൾ ആധ്യാത്മിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി വീണ്ടെടുക്കാൻ സാധിക്കും. കാരണം രാമായണ മാസമൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു പുണ്യമാസം കൂടിയാണ്. അപ്പം നമുക്ക് ആധ്യാത്മികമായ തലത്തിൽ നമുക്ക് ഒരു മനോധൈര്യം, മനോബലം അത് വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കണ്ടമാനം ഈ ആധ്യാത്മികത്തിലൊക്കെയുള്ള കള്ളനാണയങ്ങൾ, ആധ്യാത്മികം, അതുപോലെ തന്നെ ജ്യോതിഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കള്ളനാണയങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് വേണ്ടത് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടത് മാത്രം പ്രയോജനപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെയും അതുപോലെ നമ്മുടെ കുടുംബത്തിലെയും എത്തിച്ച് അനാവശ്യമായ ധനച്ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് മറ്റാരും നമുക്ക് സഹായിക്കാനില്ല. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ക്ലേശങ്ങൾ വരുമ്പോഴും നമുക്ക് മറ്റാരും സഹായിക്കാനില്ല എന്നുള്ള ഒരു തോന്നൽ മാറി നമുക്ക് ധാരാളം പല സ്ഥലത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനാഗമ മാർഗങ്ങൾ നമുക്കുണ്ടാവും. നമുക്കൊരു പൈസ പോലും ഇല്ലാതെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്താൽ പോലും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ധാരാളം പൈസ ഉണ്ടാവും. അതാണ് അശ്വതി, ഭരണി, കാർത്തികകാലിൻ്റെ കർക്കിടക മാസത്തിലെ ഒരു ബലം. കാരണം പൊതുവേ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലമാണ് പഴയകാലത്തെ കർക്കിടക മാസം. അതാണ് ഒരു പഞ്ഞമാസമൊക്കെ ആയിട്ടും അന്ന് ആ കൃഷിയെല്ലാം നശിക്കുന്ന അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരുവിധ ഒരു ക്ലേശങ്ങൾക്കും സാധ്യതയില്ല. പിന്നെ നമ്മുടെ കുട്ടികൾ പലതരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വഴി തെറ്റുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മൾ ആ വഴി നമുക്കങ്ങനെ ഒത്തിരി കുട്ടികളെ ഈ വഴി തെറ്റുന്നവരെ ഒരു ചെറിയൊരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി കുട്ടികളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് വീട്, നല്ല ഒരു പൂന്തോട്ടവും ഒക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ള വീട്, ഒരുപാട് നാളായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയാണെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ മാറി നമുക്ക് ആ നല്ല ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, നമ്മൾ ചില റിസ്ക് എടുത്തെങ്കിലല്ലേ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സാധ്യമാവുള്ളൂ. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് ചില വ്യവസായ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള വലിയ സ്രോതസ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്ന ആ ഒരു സംരംഭം നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മളെ നിരുത്സാഹപ്പെടുത്തും. നമ്മുടെ വീട്ടുകാർക്ക് ഒരു ഭയം കൊണ്ടായിരിക്കും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ കാര്യമായിട്ട് ചെവിക്കൊള്ളാതെ നമ്മൾ ആ ആധ്യാത്മികതയിലൂടെ പോയി കിട്ടുന്ന ആ ഒരു ഊർജം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംരംഭം തുടങ്ങിയാൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് വിജയിപ്പിച്ച് നമുക്ക് ഒരു അംഗീകാരം നേടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കാർത്തിക മുക്കാല്, രോഹിണി, മകീരമര, ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില സ്കൂളുകളിലെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റാണ്ട് ആയി വരും. പക്ഷേ നമ്മൾ കുട്ടികൾ വന്ന് പറയുമ്പം അവരെ ഇതോർത്ത് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ സ്കൂളുകളുടെയും അതുപോലെ ആശുപത്രികളുടെയും മറ്റുമൊക്കെ ആ ഒരു അന്യായമായ ഒരു ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മളൊരു സംഘടിതമായ ഒരു പോരാട്ടം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് സ്കൂള് അതുപോലെയുള്ള കുട്ടികൾക്ക് നല്ല പഠനം ആവശ്യമുള്ള കുട്ടികൾക്ക്, അതായത് സാധാരണ പഠനമല്ലാതെ അവർക്ക് വേറെ സ്പോർട്സ് അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നിലയിലെത്താവുന്ന സ്കേറ്റിങ്, നീന്തൽ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ നമുക്ക് അവർക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ട ഒരു ഉപദേശം കൊടുക്കാനും അവരെ അങ്ങനെയുള്ള സ്ഥലത്തെത്തിച്ചിട്ട് അവരെ ഒരു നല്ല സ്പോർട്സ്മാൻ ആക്കാനായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമുക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ദീർഘകാലത്തെ പരിചയം കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്
നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത് അവരുടെ സാമ്പത്തിക ഭദ്രതയും മനസമാധാനവും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ നഷ്ടങ്ങൾ, നമ്മുടെ കൃഷി നഷ്ടമായാലും വാഹനം നഷ്ടമായാലും അപ്പം അതിനൊക്കെ കിട്ടേണ്ടതായിട്ടുള്ള ഒരു ധനം, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ധനം നമ്മുടെ വ്യവഹാരങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് ലഭ്യമാവുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വലിയ കടങ്ങളൊക്കെ മാറ്റി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. മിഥുനക്കൂറ്: മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാല്. തനിക്ക് ഏത് മേഖലയാണ് ഇണങ്ങുന്നത്, തനിക്ക് രാഷ്ട്രീയമാണോ, തനിക്ക് ജോലിയാണോ, അതോ തന്നെ തനിക്ക് ബിസിനസ്സാണോ, അങ്ങനെ തൻ്റെ മേഖല നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും നമുക്ക് ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന ഒരു കാലമാണ്. അതിൽ നിന്നുള്ള ഒരു സാമ്പത്തിക വരുമാനം, ഇപ്പോൾ ഹൗസ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു നല്ല നിലയിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ മൃഗങ്ങൾ, ഇപ്പം ആനയൊക്കെ പോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് വാടകയ്ക്കെടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്താലും നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ അധികാരിയാകാണ്. ആ സ്ഥാപനത്തിൽ കുറേ ജോലിക്കാരുണ്ട്, അവരൊക്കെ സാമ്പത്തികമായിട്ട് ക്ലേശത്തിലാണെങ്കിൽ നമുക്ക് ആ സ്ഥാപനത്തിനെ നല്ല രീതിയിൽ നമ്മളുടെ കഴിവുകൊണ്ടും നമ്മളുടെ പ്രവൃത്തി കൊണ്ട് ഉയർത്തി നമുക്കും നല്ല സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ തൊഴിലാളികൾക്കും നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുത്തിട്ട് ആ സ്ഥാപനത്തിനെ നല്ല നിലയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. പലവട്ടം നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന ആളാണോ നിങ്ങളെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന അത്തരം പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ സാധിക്കും. CA പോലെയുള്ള പരീക്ഷകളിലും നമുക്ക് ഈ സമയത്ത് നമ്മൾ അതിനുവേണ്ട പരിശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും നല്ല ആ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി കർക്കിടകക്കൂറ്: പുണർദം, കാല്, പൂയം, ആയില്യം. പിന്നെ താൻ സഹായിച്ച ആൾക്കാരിൽ നിന്നും ശക്തമായ പോരാട്ടത്തിൽ കൂടി നമുക്ക് അവരുടെ കയ്യിൽ നിന്നും ആ പൈസ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു കോൺട്രാക്റ്റ് വർക്ക് ചെയ്തു, വീട് മുഴുവൻ പണി പൂർത്തിയായി, അവർ പൈസ തരുന്നില്ല, അവരിൽ നിന്നും നമുക്ക് ശക്തമായ പോരാട്ടത്തിൽ കൂടി നമുക്ക് പൈസ വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഭീമമായ തുക കൊടുത്തു വിദേശത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ധനം നമുക്ക് അവർ തിരിച്ചു തരുന്നില്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി നമ്മൾ അതിനുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് ചേർന്ന് നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ചു വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ ശ്രമഫലമായിട്ട് ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ചെറിയ വീട് നമ്മളുടേതായിട്ട് സ്വന്തമായിട്ട്, നമ്മൾ ദീർഘകാലമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്, നമുക്ക് ചെറിയൊരു വീട്, ആ ഒരു വീടെന്നുള്ള സ്വപ്നം, അല്ലെങ്കിൽ ലൈഫിൻ്റെ വീട് കിട്ടാനുള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു വീടെന്നുള്ള സ്വപ്നം നമുക്ക് പൂവണിയാനായിട്ട് ഈ സമയത്ത് സാധിക്കും. പിന്നെ നമ്മൾ ഒരുപാട് എതിർപ്പുകളെ മറികടന്ന് നമ്മൾ ഈ നമ്മുടെ ചെറിയ മൃഗങ്ങളെ വളർത്തിയാണേലും, ഇപ്പോൾ കോഴി അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ വളർത്തി നമുക്ക് ഉപജീവനം കണ്ടെത്താൻ പറ്റും. കാര്യം പല ആൾക്കാരും നമുക്ക് അയൽവക്കത്തുള്ളവരൊക്കെ നമുക്ക് പലധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വരുമാന സ്രോതസ്സ് നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിൽ നിന്ന് നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. എതിർപ്പുകളെ നമുക്ക് ശക്തിയുക്തം എതിർക്കാനുള്ള ശക്തിയും അതിനുള്ള ഒരു ആൾബലവും നമുക്ക് ലഭിക്കും. പിന്നെ മകം, പൂരം, ഉത്രം, ആദ്യപാദം, അതായത് ചിങ്ങക്കൂറ്. നമുക്ക് ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഒരു കുറച്ച് റിസ്കി ആയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ലാഭമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളത് ബുദ്ധിപരമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ആ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇത്രയും നാൾ നഷ്ടമാണെങ്കിൽ നമുക്കത് ഒരു ലാഭകരമാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു സംരംഭത്തിൽ നിന്നാണേലും ഏതിൽ നിന്നാണേലും നമുക്കത് പറ്റിയ തെറ്റ് നമ്മൾ തെറ്റേറ്റ് പറഞ്ഞ് നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിടാതെ നമുക്ക് അവിടെ തന്നെ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാവാതെ നമുക്ക് അവിടെ തന്നെ തുടരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ജീവിതം പുലർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നല്ല ഒരു അംഗീകാരവും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും ഉണ്ടാവും. പിന്നെ ദീർഘകാലങ്ങളായിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്.
എങ്കിൽ അതിന് ഏറ്റവും കൃത്യമായ ചികിത്സ കിട്ടുകയും ആ ചികിത്സയിൽ കൂടി തന്നെ നമ്മളുടെ രോഗദുരിതങ്ങളെ മാറ്റി നമുക്കെല്ലാവിധ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും മാറി നല്ല രീതിയിലോട്ട് പോകുന്നതിനും നമുക്ക് സാധിക്കും. പിന്നെ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര, അതായത് കന്നിക്കൂറ്. പിന്നെ താൽക്കാലികമായ ചില ജോലികളിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ജോലിയിൽ സ്ഥിരപ്പെടാനായിട്ട് സാധിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എത്ര പ്രായമായിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് അതിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കുകയില്ല. നല്ല ഒരു ജീവിത പങ്കാളിയെ നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളുടെ അഭിരുചികൾക്കനുസരിച്ച് നിൽക്കുന്ന നല്ല ജീവിത പങ്കാളി നിങ്ങൾക്ക് ഈ കാലത്ത് വന്നു ചേരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു ആർഭാട ജീവിതത്തിൽ നമ്മൾ മനം നൊന്ത് നമ്മൾ അതൊക്കെ വിട്ടൊഴിഞ്ഞ് ചിലപ്പം ഒരാശ്രമ മാർഗത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം നിലയിലോ താമസിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥ ചിലപ്പം വന്നു ചേരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് പക്ഷേ കുടുംബത്തിനും നാളെ വീണ്ടും വിചാരം ഉണ്ടായിട്ട് ആ കുടുംബവും അഭിവൃദ്ധിപ്പെട്ട് ആ കുടുംബത്തിനെ നല്ല രീതിയിലാക്കാനുള്ള ഒരു അവസരവും കൂടിയായിട്ട് ചിലപ്പോൾ അത് മാറുകയും ചെയ്യാം. പിന്നെ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്, തുലാക്കൂറ്. നമ്മൾ ഈ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ചില അംഗവൈകല്യങ്ങളോ അല്ലെങ്കിലൊക്കെ വരാമല്ലോ. നമ്മൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സ് മടുക്കാതെ നമ്മൾ ആ ഒരു ജീവിതത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി നമുക്ക് പല കാര്യങ്ങൾ ചെയ്തും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സുഹൃത്തുക്കളുടെ വഴിയും അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഡോക്ടറുടെ സഹായത്തോടെയൊക്കെ നല്ല നിലയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കെന്തെങ്കിലും ട്രേഡിങ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് തന്നെ വിദേശത്ത് പോകാതെ തന്നെ ഇവിടെ ഇരുന്ന് വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഈ എന്താണ് പറയുക, ഈ ഇംഗ്ലീഷിലോട്ട് ഇവിടുന്ന് അവിടുത്തെ ഈ ആനിമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതൊരു നല്ല വരുമാനവർദ്ധനവിനും കൂടുതൽ ആ മേഖലയിലോട്ട് ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ ഈ സ്വന്തമായിട്ട് എന്തെങ്കിലും നമുക്ക് സർഗ്ഗവാസനകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ സർഗ്ഗവാസനകൾ വളർത്തിയെടുക്കാനും അതുകൊണ്ട് നമുക്കൊരു ആത്മാവിന് നല്ലൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ബുദ്ധി, ഒരു വൈഭവം അത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അവരേത് തരത്തിൽ തിരിഞ്ഞു പോയാലും അവരെ നേരെ ആധ്യാത്മിക മാർഗങ്ങളിൽ കൂടി കൊണ്ടുവന്നിട്ട് അവർക്കൊരു ജീവിത മാർഗം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. വൃശ്ചികക്കൂറ്, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. നമുക്ക് പണം കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വിദേശയോഗം ഉണ്ടാവും. അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പണം കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ജോലി ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു സർജറിക്ക് വേണ്ടിയൊക്കെ പൈസ കൊടുത്തിട്ട് അതിനൊരു ഡേറ്റ് കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ ഹാർട്ട് സർജറി പോലുള്ള വലിയ സർജറികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് സാധ്യമാകും. നമ്മളതുപോലെ ഒത്തിരി നാളായിട്ട് നമ്മളുടെ ഫയലുകൾ, നമ്മളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ നമ്മളുടെ ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു തരംതിരിവിന് വേണ്ടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്ന് നമുക്കത് സാധ്യമാകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് അത്തരം ഫയലുകളിലൊക്കെ ഒരു തീർപ്പുണ്ടായി, നമുക്ക് അനുകൂലമായ തീർപ്പുണ്ടായി നമുക്കതുകൊണ്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പിന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ മുതലായ കാര്യങ്ങൾ നമുക്ക് കൈമോശം വന്നു, നമ്മളതുകൊണ്ട് വളരെയധികം യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് കൈമോശം വന്നെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണിത്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മളൊരു സ്ഥാപനത്തിൽ ചെറിയ ഒരു ജോലിക്കാണ് കയറിയെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് വരെ എത്താനായിട്ടുള്ള യോഗം നിങ്ങൾക്കുണ്ടാവും. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആ സ്ഥാപനത്തിൻ്റെ ഒരു തലപ്പത്ത് നമുക്കെത്താനുള്ള എല്ലാ യോഗങ്ങളും ഉണ്ട്. പിന്നെ പ്രൊമോഷന് വേണ്ടിയൊക്കെ ദീർഘകാലങ്ങളായിട്ട് പ്രൊമോഷന് വേണ്ടിയൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സാധ്യമാകും. പിന്നെ കുടുംബത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വലിയ ധനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബനാഥൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ സ്വത്തുകൾ ലഭ്യമാകുന്നതായിരിക്കും.
പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും നല്ല ഉത്തമമായ ഒരു ചികിത്സ കിട്ടി നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളും നല്ല നിലയിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. പിന്നെ വലിയ വലിയ പണം മുടക്കുള്ള സാധനങ്ങൾ ഭഗവാന് കൊടുക്കുന്നതിൽ കൂടി അല്ല നമുക്ക് മോക്ഷം കിട്ടുന്നതെന്നും നമ്മൾ ലളിതമായിട്ട് നമ്മുടെ ഹൃദയമാണ് ഭഗവാനിൽ സമർപ്പിക്കേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാവുകയും അങ്ങനെ ദീർഘകാലം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു തിരിച്ചറിവിൽ നിന്നും നമ്മുടെ സാമ്പത്തിക ഭദ്രതയുണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഭഗവാനിലോട്ട് എന്താണോ നമ്മൾ ഭഗവാനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭഗവാൻ, ആ ഒരു ഭഗവാന്റെ ഒരു ആനന്ദം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനും സാധിക്കും. പിന്നെ ദീർഘമായിട്ടുള്ള കിടപ്പ് രോഗികൾ നമ്മുടെ വീട്ടുകളിലുണ്ടെങ്കിൽ, നമ്മൾ ദീർഘമായിട്ട് കിടപ്പ് രോഗികളാണ്, അവർക്കൊരു വെള്ളം പോലും ഇറങ്ങാൻ മേലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ കുടുംബത്തിൽ അത് മോക്ഷം കിട്ടുകയും നമുക്ക് അവരുടെ ആ ഒരു ദുരിതം കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള ഒരു ധാന്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ കൊണ്ടോ നമുക്കതിൽ നിന്നൊക്കെയുള്ള ഒരു ആദായം നമുക്ക് നഷ്ടമാകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മുടെ കൃഷിസ്ഥലത്തെ മറ്റുമൊക്കെ ദ്രോഹിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് മാറി അവർക്കും നല്ല രീതിയിൽ ആ കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു സാമ്പത്തിക ആദായം നമുക്ക് ഉണ്ടാവും. പിന്നെ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി, അതായത് മകരക്കൂറ്. നമ്മുടെ കുട്ടികളുടെ ഒരു വിവാഹയോഗം നടന്നില്ല, എല്ലാ ആൾക്കാർക്കുള്ളതാണ്. അതുപോലെ സന്താന യോഗത്തിനുള്ള ക്ലേശം, ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ അമ്മമാരെ കുടുംബത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ച് നമുക്കവിടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. ദീർഘകാലമായിട്ട് നമ്മുടെ കുട്ടികളുടെ വിവാഹം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സന്താനയോഗം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഈ സമയത്ത് സാധ്യമാകുന്നതാണ്. പിന്നെ നമുക്ക് ശമ്പളത്തിൻ്റെ കുടിശ്ശിക, നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥാപനക്കാർ നമുക്ക് ദീർഘകാലമായിട്ട് നമുക്ക് ശമ്പളത്തിൻ്റെ കുടിശ്ശിക കിട്ടുന്നില്ല, നമുക്ക് ഒത്തിരി പൈസ അവിടെ നിന്ന് കിട്ടാനുണ്ട്, നമുക്കാണെങ്കിൽ ഒരു സൈഡിൽ സാമ്പത്തിക ക്ലേശം, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ശമ്പളത്തിൻ്റെ കുടിശ്ശിക കുറേശ്ശെ ഗഡുക്കളായിട്ടാണെങ്കിലും നമുക്ക് ഈ സമയത്ത് നമുക്ക് ലഭ്യമാകും. പിന്നെ പഠനത്തിന് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ അഡ്മിഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ സമയത്ത് അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ സാധ്യമാകും. പിന്നെ നമ്മളുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർണം നമുക്ക് ദീർഘകാലത്തിന് ശേഷമാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്, കുംഭക്കൂർ. നിങ്ങൾക്ക് ചിലപ്പോഴും നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഭവനത്തിൽ നിങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് മാറി നിങ്ങളെവിടെയെങ്കിലും വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കതിനെന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നേരത്തെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമുക്കവിടെ താമസിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ വീടിൻ്റെ ഒരു മനോഹാരിത, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നമുക്കിവിടെ സാധിക്കുന്നതായിരിക്കും. പിന്നെ സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, നമുക്ക് നേരത്തെ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് മാറി നല്ല രീതിയിലോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ സാമ്പത്തികം, നേരത്തെ നമ്മൾ ഈ വീട്ടിൽ എത്ര സാമ്പത്തികം കൊണ്ടുവച്ച് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഒരു കാര്യവും നടക്കുന്നില്ലായിരിക്കും. പക്ഷേ ഇനി ഈ സമയത്തേക്ക് നമ്മൾ ആ വീട്ടിലേക്ക് നമ്മൾ തിരികെ മാറാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും നമുക്കവിടെ നിന്നുകൊണ്ട് നമ്മളുടെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് തീർക്കാനും സാധിക്കും. പിന്നെ നമുക്ക് ദീർഘദൂര യാത്രകൾ, നമ്മളുടെ വിനോദത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വിദേശ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ആ ഒരു യാത്ര സാധ്യമാകും. പിന്നെ നമ്മുടെ വാർദ്ധക്യമുള്ളവരെ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാർ.
നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ധാരാളം ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ കുട്ടികൾ വഴിയും അവരും നമ്മളെപ്പോലെ ഒരു പരിശ്രമശാലികളായിരിക്കും. നേരത്തെ അവർ അലസരായിരുന്നെങ്കിൽ ഇന്ന് അവരും അവരുടെയും പരിശ്രമം അല്ലെ വീട്ടുകാരുടെ പരിശ്രമങ്ങൾ കൊണ്ടും നമുക്ക് നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവനവൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വാഹനം, ആ വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിനും നമുക്ക് പ്രത്യേകിച്ച് ഒരു തടസ്സം ഉണ്ടാവില്ല. ജീവിതത്തിലെ നമ്മുടെ ജീവിതസ്ഥിതിക്കനുസരിച്ചിട്ടുള്ള നല്ല വാഹനം നമ്മൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ദീർഘകാലമായിട്ട് നമ്മൾ പിണങ്ങിയിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അവർ നമ്മളെ തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെ നമ്മൾ പിണങ്ങിയിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഒരു അനുകൂലമായിട്ട് വരും. പിന്നീട് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ എത്രയൊക്കെ നന്നായിട്ട് വെച്ചാലും ചില സമയത്ത് നമുക്ക് ആ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു നല്ല രീതിയിൽ ചില സമയത്ത് പാചകം ചെയ്യാൻ സാധിക്കാതെ മനപ്രയാസത്തിലിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവർക്കും നമുക്ക് അവരുടെ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ വെച്ച് നമ്മുടെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലുപരി നമ്മൾ ഒരു വലിയ മത്സര പരീക്ഷ, ഇപ്പോൾ CA അല്ലെങ്കിൽ എൻട്രൻസ് ഇങ്ങനെയുള്ള പരീക്ഷയ്ക്കൊക്കെ നിരന്തരം പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ശ്രമത്തിനൊക്കെ ഒരു ഫലം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ അത്ഭുതത്തിലൂടെ ഒന്നും സാധിക്കില്ല, അല്ലേ? അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയത്നം വേണം. അല്ലാതെ എനിക്കൊന്നും നടന്നില്ല, അല്ലെ ഞങ്ങൾക്കൊന്നും നടന്നില്ല, ഈ പറയുന്നത് പോലെയൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു പ്രയത്നം വേണം. അപ്പോൾ നമ്മൾ കർക്കിടക മാസമാണ്, കർക്കിടക പുണ്യമാസമാണ്. അപ്പോൾ നമ്മൾ രാമായണം നമ്മളെ എത്രത്തോളം നമ്മളെ ആധ്യാത്മികമായിട്ട് ഉയർത്താൻ രാമായണത്തിന് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ അറിയാവുള്ളൂ. നമ്മളെക്കായി ഉയർന്നവരെയാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. നമ്മുടെ പുറകോട്ട് നോക്കുക, നമ്മളെക്കായി താഴ്ന്ന ആൾക്കാരെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. നമ്മൾ ശ്രീരാമൻ്റെ കൂട്ട് നമ്മൾ എത്രത്തോളം ഭൂമിയോളം താഴാൻ പറ്റുമ്പോൾ താഴുകയും ഉയരേണ്ട സമയത്ത് ആ ഒരു രീതിയിൽ ഉയരുകയും ചെയ്യുന്ന ആ രാമായണ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ജീവിതം ഒരു പരാജയമാണ് എന്ന് ഒരിക്കലും നമ്മൾക്ക് പറയേണ്ടി വരില്ല. നമ്മുടെ ജീവിതം നമ്മൾ പരാജയമാണെന്ന് പറയുന്നതെങ്കിൽ അതിന് വേണ്ട സമയത്ത് ആ ഒരു വിവേകബുദ്ധി കിട്ടാൻ നിങ്ങൾക്ക് ജ്യോതിഷം പ്രയോജനപ്പെടുമെങ്കിൽ അത് സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനുമായിട്ട് ദൈനംദിനം സംബന്ധിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായ നമ്മളെങ്ങനെ ഉയരാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം നമ്മൾ ആ ഒരു ഉത്തരം തേടി നമ്മൾക്ക് നല്ലതാക്കിയെടുക്കാൻ എല്ലാ ആൾക്കാർക്കും സാധിക്കും. അതിനുവേണ്ട ഒരു പരിശ്രമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും രാമായണ മാസാശംസകൾ.